സോളനേസിയ ഫാമിലിയിൽപ്പെട്ട, അതായത് ഉരുളക്കിഴങ്ങ്, തക്കാളി, ടൊബാക്കോ എന്നിവയുടെ ഫാമിലിയിൽപ്പെട്ട ബ്രുക്മാൻസിയ ജനസിലെ ബ്രുക്മാൻസിയ സുവലോൺസ് എന്ന സയൻറ്റിഫിക് നെയിമുള്ള ബ്രസീൽസ് വൈറ്റ് ഏഞ്ചൽ ട്രംപറ്റ് അല്ലെങ്കിൽ സ്നോവി ഏഞ്ചൽ ട്രംപറ്റ് അല്ലെങ്കിൽ വെറും ഏഞ്ചൽസ് ട്രംപറ്റ് ഓർ ഏഞ്ചൽസ് ടിയേഴ്സ് എന്നൊക്കെ വിളിപ്പേരുള്ള നല്ല ഫ്രേഗ്രൻസ് ഉള്ള ഒരു കൈയുടെ വലുപ്പത്തിൽ പൂവുകളൊക്കെ ഉണ്ടാകുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചെടിയാണ് ഈ കാണുന്നത്. ഏഞ്ചൽ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്, ടോക്സിക് ബ്യൂട്ടി, അതായത് വിഷസുന്ദരി. കാരണം ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ എല്ലാ ഭാഗങ്ങളും വിഷമാണ്. മലയാളത്തിൽ ഇതിന് ഉമ്മം എന്നാണ് വിളിക്കുന്നത്, പക്ഷെ ഉമ്മം ശരിക്കും ഡെറ്റ്യൂറയാണ്, ബ്രുക്മാൻസിയ ജെൻസിലുള്ളതല്ല. ഇത് ബ്രസീലിയൻ നേറ്റീവ് ആയിട്ടുള്ള 10 to 16 ഫീറ്റ് വരെയും ഉയരം വെക്കുന്ന ഒരു ചെറുമരമാണ്. നല്ല വാം ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ് ഉള്ള ധാരാളം റെയിൻഫാൾ കിട്ടുന്ന ഏരിയാസിലാണ് ഇത് കൂടുതലും വളരുന്നത്. ഈ കാലത്ത് വനങ്ങളിലൊന്നും അധികം ഇത് കണ്ടുവരുന്നില്ല. അതുകൊണ്ട് IUCN ഇതിനെ ത്രെറ്റൻഡ് സ്പീഷീസിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇതിന് ഹാലൂസിനോജനിക് പ്രോപ്പർട്ടീസ് ഉള്ളത് കാരണം തന്നെ പണ്ട് നോർത്തേൺ ആൻഡസിൽ പ്രേതങ്ങളുമായിട്ടൊക്കെ സംസാരിക്കാനായിട്ടുള്ള റിച്വൽസിലൊക്കെ യൂസ് ചെയ്തിരുന്നു. ഇനി ഇക്വഡോർ നേറ്റീവ് ആയിട്ടുള്ള ബ്രുക്മാൻസിയ വേഴ്സിക്കളർ എന്ന് പറഞ്ഞ ചെടിയിലുണ്ടാവുന്ന പൂവാണ് ഈ കാണുന്നത്. സുവലോൺസിനേക്കാളും കുറച്ചും കൂടെ സൈസ് കൂടുതലാണ് വേഴ്സിക്കളറിന്. പക്ഷെ രണ്ടും സൗത്ത് അമേരിക്കൻ നേറ്റീവ് ആയിട്ടുള്ള ബ്രുക്മാൻസിയ ജനസിലുള്ള ചെടികളുടെ രണ്ട് സ്പീഷീസാണ്. ഇത് തമ്മിൽ കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. മെയിനായിട്ട് വേഴ്സിക്കളർ കോൾഡ് ക്ലൈമറ്റിലാണ്, സുവലോൺസ് വാം ക്ലൈമറ്റിലാണ്. വേഴ്സിക്കളറിൻ്റെ പൂവ് ഭയങ്കര വലുതാണ്, സുവലോൺസിൻ്റെ പൂവ് അതിന് കുറച്ച് ചെറുതാണ്. രണ്ടും ചെറുമരമാണ്, പക്ഷേ സുവലോൺസിനേക്കാളും ചെറുതാണ് വേഴ്സിക്കളറിൻ്റെ മരം. രണ്ടും ഈക്വലി ടോക്സിക് ആണ്, മെഡിസിനൽ വാല്യൂസും ഉണ്ട്. പിന്നെ IUCN ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ത്രെറ്റൻഡ് ആയിട്ടാണ്. ഈ കാണുന്നതിന് ഒരു പീച്ച് കളറാണ്. ഇതിൻ്റെ അകത്തുള്ള ആൻഡ്രോപ്പൈൻ, സ്കോപ്ലാമൈൻ, ഹയോസയാമിൻ എന്നുള്ള ആൽക്കലോയിഡ്സ് ആണ് ഇതിൻ്റെ ടോക്സിറ്റിക്ക് കാരണം. ഇത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഹാലൂസിനേഷൻ, റാപ്പിഡ് ഹാർട്ട് ബീറ്റ്, പിന്നെ പാരാലിസിസ്, ഈവൻ ഡെത്ത് വരെയും സംഭവിക്കാം. ഇത് വിഷസസ്യാണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു തെറാപ്യൂട്ടിക് പ്രോപ്പർട്ടീസ് കാരണം ഇത് പല ട്രഡീഷണൽ മെഡിസിൻസിലും യൂസ് ചെയ്യുന്നുണ്ട്. പനി, തലവേദന, സന്ധിവേദന ഉൾപ്പെടെ പലതരം സ്കിൻ ഡിസീസസ്, പിന്നെ ഇൻഫ്ലമേഷൻസ്, പിന്നെ കണ്ണുവേദന എന്നിവയുടെ ചികിത്സയ്ക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനകളാണ്. അപ്പോൾ ഇതൊരു വേദന സംഹാരിയാണ്. അതുകൊണ്ട് തന്നെ ഇത് സൈഡ് എഫക്ട്സ് ഒന്നും അധികം ഇല്ലാത്ത നാച്ചുറലി സോഴ്സ്ഡ് പെയിൻ കില്ലർ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സസ്യമായിരിക്കാം. അതിൻ്റെ ഒരു പേപ്പർ ഒരു ഫാർമക്കോഗ്നോസി സ്റ്റുഡൻസ് എഴുതിയത് ഈ നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികളെ മാക്സിമം ഇതിൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തുക, ഇതിൻ്റെ പൂവൊന്നും പറിച്ച് കൊടുക്കാതെ ഇരിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്